നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സരടി പതനം അഥവാ പല്ലി പതനം എന്ന ശകുനശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയം വീഡിയോകൾ ചെയ്തു വരികയായിരുന്നു. മുമ്പ് തന്നെ അത്തരത്തിൽ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഗ്രന്ഥങ്ങളെ നേരിട്ട് അടിസ്ഥാനപ്പെടുത്തി ആധികാരികമായി ആ വിഷയത്തെ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരികയാണ് ഇപ്പോഴുള്ള വീഡിയോയുടെ ഉദ്ദേശം. ആ ഒരു വിഷയത്തിൽ 2 വീഡിയോകൾ നാം ചെയ്തു കഴിഞ്ഞു. സരടി പതനം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി, ശ്ലോകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രത്തിലും പല്ലി ശരീരത്തിൽ വീണാലുള്ള ഫലങ്ങളും വാരമനുസരിച്ച്, അതായത് ദിവസങ്ങൾ അനുസരിച്ച് പല്ലി ശരീരത്തിൽ വീണാലുള്ള ഫലങ്ങളും 2 വീഡിയോകളായി മുൻപ് ചെയ്തു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇന്നത്തെ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത് സരടി പതന നിർണയം എന്ന വിഷയത്തിൽ തിഥിഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. പല്ലി ശരീരത്തിൽ പതിക്കുന്നത് ഒരു സാധാരണ സംഭവം മാത്രമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രമാണ് സരടി പതന ശാസ്ത്രം. ഇത് ശകുനശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇത് നക്ഷത്രവും വാരവും ഉൾക്കൊള്ളുന്ന ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ തിഥി അനുസരിച്ചും പ്രത്യേകം ഫലങ്ങളുണ്ട്. ഇന്ന് നാം പരിശോധിക്കുന്നത് തിഥി പ്രകാരം പല്ലി നമ്മളുടെ ശരീരത്തിൽ വീണാൽ ഉള്ള ഫലങ്ങളാണ്. പ്രതിപദ് ലോകസംപ്രാപ്തിർ ദ്വിതീയ രാജ്യദായിനി തൃതീയാം ഭവേദ് ലാഭഃ ചതുർത്ഥ്യാം രോഗമേവ. പ്രതിപദത്തിലാണ് പല്ലി ശരീരത്തിൽ പതിക്കുന്നത് എങ്കിൽ, അതായത് 1-ാം തീയതി, ലോകമാന്യവും സ്ഥാനലാഭവുമാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ദ്വിതീയയിലാണ് പല്ലി പതിക്കുന്നതെങ്കിൽ രാജയോഗവും അഥവാ ഉയർച്ചയും ഉണ്ടാകും. തൃതീയയിലാണെങ്കിൽ ലാഭമാണ് പറഞ്ഞിരിക്കുന്നത്. ചതുർത്ഥിയിലാണെങ്കിൽ രോഗസൂചനയാണ് പറയുന്നത്. ആദ്യ തീയതികൾ തന്നെ ജീവിതത്തിൽ ഉയർച്ചയും പരീക്ഷണവും ഉണ്ടാകുന്നതിനെ സൂചിപ്പിക്കുന്നു. പഞ്ചമ്യാം ത്വതാ ഷഷ്ട്യാം വാ സപ്തമ്യാം ച ധനാഗമഃ അഷ്ടമ്യാം ച നവമ്യാം ച ദശമ്യാം മരണം ധ്രുവം. അതായത് പഞ്ചമി, ഷഷ്ടി, സപ്തമി എന്നീ ദിവസങ്ങളിൽ പല്ലി പതിച്ചാൽ ധനലാഭം ഉണ്ടാകുമെന്നാണ്. അഷ്ടമി, നവമി, ദശമി എന്നീ ദിവസങ്ങളിൽ മരണഭയത്തെ നൽകുമെന്നാണ്. അതേപോലെ തന്നെ അപകടങ്ങളോ ഉണ്ടാകാം, കരുതലെടുക്കേണ്ടതാണ് എന്നർത്ഥം. ഇവിടെ തിഥികളുടെ സ്വഭാവം തന്നെ ശക്തമായി പ്രതിഫലിക്കുന്നു. ഏകാദശ്യാം പുത്രലാഭോ ദ്വാദശ്യാം പുത്രസമ്പദഃ ത്രയോദശ്യാം ഭവേദ് ഹാനിഹി ചതുർദശ്യാം ധനക്ഷയഃ. അതായത് ഏകാദശിയിലാണെങ്കിൽ പുത്രലാഭമുണ്ടാകും, ദ്വാദശിയിലാണെങ്കിൽ സന്താന സമ്പത്തുണ്ടാകും, ത്രയോദശിയിലാണെങ്കിൽ നഷ്ടമാണ് പറയുന്നത്, ചതുർദശിയിൽ ധനനഷ്ടത്തെയും പറയുന്നു. കുടുംബ സംബന്ധമായിട്ടുള്ള ഫലങ്ങളും ഈ തിഥികളിൽ കാണുന്നു. പഞ്ചദശ്യാം അമാവാസ്യാം ബന്ധുർഹാനിർ ധനക്ഷയഃ എന്നാണ്. അതായത് പൗർണമി, അമാവാസി എന്നീ ദിവസങ്ങളിൽ ബന്ധുനഷ്ടമുണ്ടാകാം. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിലാണ് പല്ലി പതിക്കുന്നതെങ്കിൽ ധനക്ഷയവും ഉണ്ടാകാം, ധനനഷ്ടവും ഉണ്ടാകാം. ഇവയാണ് ഏറ്റവും ജാഗരൂകമായി ഇരിക്കേണ്ട തിഥികൾ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിശ്വാസപ്രകാരമുള്ള ശകുനശാസ്ത്ര ഫലങ്ങളാണ്. ഇത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതാണ്. വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാതുള്ളവർ തള്ളിക്കളയുക. ഇത്തരത്തിലുള്ള ആത്മീയവും രഹസ്യപരവുമായിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. മറ്റുള്ളവർക്കും അറിവ് ലഭിക്കുന്നതിനായി ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.